പക്ഷെ അത് ചിന്തിക്കാതെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയും നീതി കിട്ടാൻ വേണ്ടിയും സ്വർഗം കിട്ടാൻ വേണ്ടിയും ഒക്കെ സ്വന്തം കുഞ്ഞുങ്ങളെ തന്നെ കൊല്ലാൻ തയ്യാറാകുന്നവരെ മനുഷ്യ വിഭാഗത്തിൽ ഉൾപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഇവിടെ ഇബ്രാഹിം ചെയ്തതായാലും ശരി, ഇനി അതല്ല വേറെ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൽ പെട്ടവര് ചെയ്താലും ശരി, തെറ്റ് തന്നെയാണ്. അത് അന്ധവിശ്വാസം തന്നെയാണ്. അത് അന്ധവിശ്വാസമല്ലെന്ന് പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഖുർആനിനെ കുറിച്ചും ഇസ്ലാമിനെ കുറിച്ചും ശരിയായ മനസ്സിലാക്കലുകളില്ലാത്ത, പഠനങ്ങളില്ലാത്ത, അപ്ഡേറ്റുകളില്ലാത്ത ആളുകൾ നമ്മളെ തെറി പറയും. ഈ പറയുന്നത് ഖുർആൻ വചനങ്ങളാണ്, ഹദീസിനകത്തുള്ള വസ്തുതകളാണ്, ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ മുന്നോട്ട് വെക്കുന്ന പഠനങ്ങളാണ് എന്ന് മനസ്സിലാക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ വസ്തുതകൾ ഒന്ന് മനസ്സിലാക്കുമ്പോൾ വിമർശനങ്ങൾ രൂക്ഷമാകും. ഒരുപാട് ആളുകൾ വിമർശനവുമായി മുന്നോട്ട് വരും. സ്വാഭാവികമാണത്. ഒരു മാനസിക രോഗിയായ മനുഷ്യൻ ഏതോ കാലഘട്ടത്തിൽ ഒരു സ്വപ്നം കണ്ടതിന്റെ പേരിൽ ചെയ്ത ഒരു കൃത്യത്തെ ഇന്നും അത് അങ്ങനെ തന്നെയാണ് എന്ന് അനുധാവനം ചെയ്യപ്പെടുമ്പോൾ മദ്രസ അധ്യാപികമാരായ ഷാഹിദമാരും അതേപോലെ തന്നെ പേക്കിനാവുകൾ കണ്ടിട്ട്, നമ്മുടെ നാട്ടിലൊരു പ്രയോഗമാണ് കേട്ടോ പേക്കിനാവ്, അങ്ങനെ ദുസ്വപ്നങ്ങൾ കണ്ടിട്ട് സ്വന്തം മക്കളുടെ കഴുത്തിൽ കത്തിവെക്കാൻ തയ്യാറാകും. അപ്പോഴും നമ്മൾ ആ പ്രവണതയെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഇസ്ലാം